ഞങ്ങളെന്നുള്ളത് ബാലിയിലെ ജെത്തിലുവയിലാണ്. നമ്മളിവിടെ വന്നപ്പോൾ ഇവർ ആദ്യം തന്നെ പറയുന്നത് വെച്ചാൽ ഈ മാപ്പിൻ്റെ ഒരു ഫോട്ടോ എടുത്തോളാൻ, അതാകുമ്പോൾ നിങ്ങൾക്ക് ടയർഡായി കഴിഞ്ഞാൽ എളുപ്പ വഴി കൂടി കയറി പോകാമെന്ന് പറഞ്ഞു. അതെന്തായാലും മാപ്പിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കണമെന്ന് പറഞ്ഞിരുന്നു അവർ. ആക്ച്വലി ഇവരെ ഹാർവെസ്റ്റ് എല്ലാം കഴിഞ്ഞു, കുറച്ച് സ്ഥലങ്ങളിൽ നിൽക്കുന്നുണ്ട്. ബാക്കി എനിക്ക് തോന്നുന്നല്ലേ പുതിയതിലേക്ക് അവിടെ മറ്റേ താഴത്ത് ടില്ലർ ഓടിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലമാർ തന്നെ ടില്ലറൊക്കെ ഓടിക്കുന്നുണ്ടായിരുന്നു. അവർ മെയിൻ പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി ടു ഏപ്രിലാണ് ബെസ്റ്റ് ടൈമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫെബ്രുവരി ടു ഏപ്രിലാണ് മെയിൻ. പക്ഷെ എന്താ വെച്ചാൽ ജനുവരി ആ ഫെബ്രുവരി ടൈമിൽ മറ്റാവും പറഞ്ഞത് മൊത്തം മഴയായിരിക്കുന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇവിടെ ആക്ച്വലി ചെറിയൊരു തണുത്ത കാറ്റൊക്കെ ഉണ്ട്. അവിടെ വലിയ മലയായതുകൊണ്ട് തന്നെ തണുത്ത കാറ്റുണ്ട്. പക്ഷെ വെയിൽ നല്ല ചൂടും ഉണ്ടല്ലോ. എന്നാലും ഉണ്ടല്ലോ ആ ബാക്കിൽ ആ മലയുള്ള കാരണം കൊണ്ട് ലേശം തണുത്ത കാറ്റൊക്കെ ഉണ്ട്. പക്ഷെ ചെയ്ത് വച്ചിരിക്കുന്നതാണ് നല്ല രസമുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ ഞങ്ങളവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ പൊക്കമുള്ള സ്ഥലത്ത് നിന്ന് അവർ തട്ട് തിരിച്ച് റബ്ബർ നടാൻ വേണ്ടിയിട്ട് വയ്ക്കുന്ന മാതിരി. ഇത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ കള്ള് ഷാപ്പൊക്കെ ഇല്ലേ, വയലിൻ്റെ അടുത്തൊക്കെ തന്നെ ആ ഒരു ടൈപ്പ് ഉണ്ട്. ദ റസ്റ്റിക് ബാലി ഫുഡ് ആൻഡ് ഡ്രിങ്ക്. ഇത് നമ്മൾ നടന്നു പോകുന്ന വഴി തന്നെയുള്ള ചെറിയൊരു ഹോട്ടൽ വേണമെങ്കിൽ പറയാം. ഇവിടെ അത്യാവശ്യം നമുക്ക് കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനായിട്ടുള്ള ഫുഡും ഉണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരുടെയും അവർ കോക്കനട്ട് വാട്ടർ, നല്ല ഫ്രഷ് കോക്കനട്ട് വാട്ടർ കിട്ടും. പിന്നെ അത്യാവശ്യം നമുക്ക് ഫ്രഷ് ജ്യൂസും ഉണ്ട് ഇവിടെ. പിന്നെ വെച്ചാൽ ഇവിടെ അവർ കാർഡ് എടുക്കൽ കുറവാണ്. കാർഡ് എടുക്കൽ വെച്ചാൽ ചില സമയത്ത് അവർക്ക് വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ക്യാഷ് എന്തായാലും കൊണ്ടുവരണം. കൂടാതെ അതായത് ഗ്രാബോ അല്ലെങ്കിൽ ഊബറൊന്നും വിളിച്ച് വരരുത്. ഇവിടേക്ക് വരുമ്പോൾ നമ്മളൊരു പ്രൈവറ്റ് ടാക്സി തന്നെ വിളിക്കാനാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവിടുന്ന്. ഞങ്ങൾ ആദ്യത്തെ ഹോട്ടലിൽ നിന്ന്, അതായത് റസ്റ്റിക് ബാലി എന്ന പേരുള്ള ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നു കഴിയുമ്പോൾ പിന്നെയും ഇതേമാതിരി ചെറിയൊരു പെട്ടിക്കട മാറ്റിണ്ടായിരുന്നു. അവിടെ ചിപ്സും സാധനങ്ങളെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൂടെ തരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ മാതിരി തന്നെ കോക്കനട്ട് വാട്ടർ, അതായത് നല്ല ഫ്രഷ് കോക്കനട്ട് നമുക്ക് വെട്ടിത്തരും. ഇവിടെ എല്ലാം അവർ ക്യാഷ് മാത്രമേ എടുക്കത്തുള്ളൂ, കാർഡായിട്ട് എടുക്കില്ല. പിന്നെ അവർ കുറച്ച് സോവനിയേഴ്സ് മാതിരി സാധനങ്ങളും വിൽക്കാൻ വെച്ചിട്ടുണ്ട് അവർ. ഈ കടകളൊന്നും അടുത്തടുത്തല്ല, അത്യാവശ്യം ദൂരമുണ്ട്. സെയിം തന്നെ കാര്യങ്ങൾ കാണുന്ന കാരണം കൊണ്ടാണ് ഞാനതെല്ലാം കട്ട് ചെയ്ത് ആക്ച്വലി പോകെ അത്യാവശ്യം റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് മാത്രം കാണിക്കുന്നത്. ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന ഓഫ് പീക്ക് ടൈമിലാണ്. അതായത് ഇവർ കണ്ടം അല്ലെങ്കിൽ പാടം എല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അതായത് അടുത്തത് നെല്ല് പാകാനായിട്ടുള്ള സമയത്താണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അധികം വലിയ ബാക്കിയുള്ള വീഡിയോസിൽ കാണുന്ന പോലെ അത്രയ്ക്ക് വലിയൊരു ഗ്രീനറി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ നാട്ടിലൊക്കെ നെല്ല് കറ്റ കുത്തി വയ്ക്കുന്ന മാതിരി തന്നെ അവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെയും ഇതേമാതിരി തന്നെ ചെറിയൊരു കടയുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വെയിലത്ത് കൂടെ നടക്കുമ്പോൾ നമുക്ക് റിഫ്രഷ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് അവർ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് തന്നെ. പക്ഷെ അതെല്ലാം ഭയങ്കര ഹെൽപ്പായിരുന്നു നമുക്ക്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നടന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര വെയിലും ചൂടും തോന്നുമ്പോൾ നമുക്ക് റിഫ്രഷ്മെൻറ്റിന് അത്യാവശ്യം തന്നെയായിരുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാം ഞാറെല്ലാം നട്ടു വെച്ചിട്ടുണ്ട്. അതെല്ലാം നടുന്ന സമയമാവുന്നേ ഉള്ളൂ, എല്ലാം സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്കെല്ലാം അവരെന്താ വെച്ചാൽ നമ്മുടെ ഈ തൂമ്പ, മൺവെട്ടി, കൽപ്പ അങ്ങനത്തെ കുറേ സാധനങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ കണ്ടം ഉഴാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതൊക്കെ അവരവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോകുന്ന ഫോറിനേഴ്സ്, അപ്പം നമുക്ക് കണ്ടുപരിചയമുണ്ടെങ്കിൽ പോലും ഫോറിനേഴ്സിന് അത് കണ്ടുപരിചയമില്ല. അപ്പോൾ അതെല്ലാം അവരവിടെ ഡിസ്പ്ലേ ചെയ്തും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സെയിം നാട്ടിലുള്ള മാതിരി തന്നെ അവർ എന്താ പറയുക കണ്ടം അല്ലെങ്കിൽ പാടം അവർ ഉഴുന്നതിൻ്റെ ഒരു രീതി ചെയ്യണം. എന്ന് വെച്ചാൽ ആ തിട്ടയോട് അടുത്ത് നിൽക്കുന്നതെല്ലാം വെട്ടി മറച്ചിടുന്ന ഒരു സംഭവം. പിന്നെ നമ്മുടെ നാട്ടിലുള്ള മാതിരി തന്നെ ഒരു ടില്ലറും ഉണ്ട് ഇവിടെ. നല്ല രീതിയിൽ തന്നെയുള്ള ഹൈക്കാണ്. ആ അങ്ങ് വരെ പോണേ. ഞാനപ്പോൾ പറഞ്ഞ വെറും ഒന്നുമില്ലാത്ത കണ്ടാണ്, കണ്ടത്തിൽ കൂടി പോണ്ട ടാക്സി അങ്ങടേക്ക് വരുത്തിക്കാന്ന് പറഞ്ഞപ്പോൾ കേട്ടില്ല. നടക്കണം. ആയിക്കോട്ടെ, വന്നോട്ടെ. ഞാനായിട്ട് തടസ്സം നിന്നൊന്നും വേണ്ട. പിന്നെ കണ്ടത്തിൽ പിന്നെ നീ എന്താ വെച്ചാൽ തണലായിരിക്കുന്നോ?
കണ്ടത്തിൽ വെയിലായിട്ടുണ്ടാവും ആൾക്കാർ. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്, എന്നാൽ പോലും അത്യാവശ്യം തന്നെ നടക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ നടന്നെത്തുമ്പോൾ തന്നെ അവിടെ കടയുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ പശുവിനെയും കെട്ടിയിട്ടുണ്ട്. പിന്നെ അതിനുള്ള ഭക്ഷണം, അതായത് പുല്ല് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പശുവിന് പുല്ല് കൊടുക്കാം. അതും ഒരു 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 എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ മാതിരി തന്നെയാണ് അവർ ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള എല്ലാവിധ ഈ പറഞ്ഞ മാതിരി തെങ്ങുണ്ട്, വാഴയുണ്ട്, ഇപ്പം നെൽപ്പാടം സെയിം തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മാതിരി തന്നെയാണ് അവർ. പിന്നെ എന്ന് വെച്ചാൽ ഇതിലെല്ലാം കണക്ട് ചെയ്യാനായിട്ട് കുറേ റോഡുകൾ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇത് മൊത്തം, അതായത് ഈ കണ്ടത്തിൻ്റെ ഇടയിൽ കൂടി നടക്കാതെ നമുക്ക് ഈ റോട്ടിൽ കൂടി അവർ കവർ ചെയ്ത് കൊണ്ടുവന്ന പരിപാടിയുണ്ട്. അത് ബൈക്കിനകത്താണ് കൊണ്ടുപോകുന്നത്, അല്ലാതെ നമുക്ക് കാറിനകത്തല്ല, ബൈക്കിനകത്ത് നമുക്കിതിനെ ചുറ്റി കയറി വരാനായിട്ടുള്ള സംവിധാനമുണ്ട്. അല്ല, നമ്മൾ കൂടുതൽ ഇങ്ങനെ നടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ രീതിയിൽ. പിന്നെ ഇവരിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് റെഡും വൈറ്റ് എന്നുള്ള. ഈ റെഡും വൈറ്റ് എന്നുള്ളത് നമുക്ക് ആ മാപ്പിൻ്റെ ഫോട്ടോനകത്ത് മെയിനായിട്ടുണ്ട്. റെഡ് ലൈന്, വൈറ്റ് ലൈന്, അതെങ്ങനെയാണ് പോകുന്നതെന്നുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് അവർ ആദ്യമേ തന്നെ നമ്മളുടെ മാപ്പിൻ്റെ ഫോട്ടോ എടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇതിൻ്റെ പീക്ക് ടൈമിൽ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കുമെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ ഓഫ് പീക്ക് ടൈമിൽ വന്ന കാരണം കൊണ്ട് അധികം വലിയൊരു നമുക്ക് അങ്ങനെ തോന്നിയില്ല. പിന്നെ നല്ല വെയിലും ആയിരുന്നു, പിന്നെ നല്ല ഹ്യൂമിഡിറ്റിയും ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നൊരു എക്സ്പീരിയൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.